വയനാട് നേരിടുന്ന അതിജീവന പോരാട്ടത്തിൽ ഒന്നും ചെയ്യാതെ രാഹുൽ ഗാന്ധി എംപി 17ാമത് ലോക്സഭയിൽ വയനാടിനെ പ്രതിനിധീകരിക്കുന്ന എംപി ഒരു ചോദ്യം പോലും ഇത് സംബന്ധിച്ച് ഉന്നയിച്ചിട്ടില്ല. ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിച്ചിട്ടുമില്ല. എംപി ഫണ്ട് വിനിയോഗത്തിലും വന്യമൃഗ പ്രതിരോധ പ്രവർത്തനങ്ങളില്ല. വന്യമൃഗശല്യം NH-766 രാത്രികാല ഗതാഗത നിരോധനം തുടങ്ങി കേന്ദ്ര ഇടപെടൽ ആവശ്യമായ പ്രശ്നങ്ങളിലൊന്നും വയനാടിനായി സമ്മർദ്ദം ചെലുത്താൻ എംപിക്കായില്ല. 2023 ബഡ്ജറ്റ് സെഷൻ മുതൽ 24 ബഡ്ജറ്റ് സെഷൻ വരെയുള്ളതിൽ മൺസൂൺ സെഷനിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് കാര്യമായ ഹാജർ പോലുമുള്ളത്. കഴിഞ്ഞ ബഡ്ജറ്റ് സെഷനിൽ എന്നാൽ അത് 0. ആകെ ഉന്നയിച്ച 99 ചോദ്യങ്ങളിൽ വയനാടിന്റെ നീറുന്ന അതിജീവന പ്രശ്നമായ വന്യമൃഗശല്യമില്ല. ഇനി MP ഫണ്ട് വിനിയോഗത്തിലാവട്ടെ ഒരു പദ്ധതി പോലും ഇതിനായി നടപ്പാക്കിയില്ല. പ്രതിരോധ സംവിധാനങ്ങളോ ശാസ്ത്രീയ ഇടപെടലോ നടത്താനുതകുന്ന ശ്രമങ്ങളും ഉണ്ടായില്ല. രാത്രിയാത്രാ നിരോധനം നീക്കുന്നതിൽ ഉന്നയിച്ചത് 2019 ഒരു ചോദ്യം. 1/6/2019 മുതൽ 10/2/2024 വരെയുള്ള ലോക്സഭാ ഇടപെടലുകളിൽ ശരാശരിക്കും താഴെയാണ് രാഹുൽ ഗാന്ധി എംപിയുടെ പ്രകടനം. രാഹുൽ ഗാന്ധി MP എന്ന നിലയിൽ വയനാടൻ ജനതയുടെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണ പരാജയമാണെന്ന കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ തന്നെ പൊതുവെ അഭിപ്രായങ്ങൾ ശക്തമായി നിലനിൽക്കുകയാണ്. MPയുടെ ചുമതലയാണ് മണ്ഡലത്തിലെ പ്രശ്നങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. ദേശീയ നേതാവ് എന്നുള്ള പരിമിതി ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ അപകടം പറ്റിയ വീടുകളിൽ വരുന്നതെല്ലാം ഒരു MP എന്ന നിലയ്ക്ക് സാധാരണ നിലയിൽ അദ്ദേഹം നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടേ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മുഖ്യമന്ത്രി നിരവധി യോഗങ്ങൾ MPമാരുടേത് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു യോഗത്തിൽ പോലും MP ഇല്ല. ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിക്കാത്ത ഇന്ത്യയിലെ MPമാരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണ് രാഹുൽ ഗാന്ധി. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വയനാട്ടിലേക്ക് പതിവ് സന്നാഹത്തോടെയുള്ള സന്ദർശനങ്ങളിൽ രാഹുൽ ഗാന്ധി ഈ പ്രതിഷേധങ്ങൾ നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചാലിഗദ്ദയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിക്കുമ്പോഴുണ്ടായത് അതാണ്. और आपने देखा है कि यूपी या बिहार में जब नीलगाय बाहर आ जाता है तो आपने बीच में देखा है कि उसको गोली मार के दफनाया गया. बीच में हुआ था, रहते हुए यूपी मैंने देखा है. देखिए यहाँ पर हिरण आता है, हाथी आता है, कुछ नहीं करता. 51% രാഹുൽ ഗാന്ധിയുടെ ഹാജർ. പൊതുവിൽ ശരാശരി 79 ആയിരിക്കെയാണിത്. ദേശീയ ശരാശരി 47 നിൽക്കുന്ന ചർച്ചകളിൽ രാഹുലിന്റെ സാന്നിധ്യം 8. വയനാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. അതിന്റെ കാലാവധി എന്നാൽ അവസാനിക്കാനിരിക്കെ അതെല്ലാം അതിരൂക്ഷമായി നേരിടുന്ന സാഹചര്യത്തിന്റെ സാക്ഷി മാത്രമായി MPയുടെ പ്രകടനം ഒതുങ്ങി. അനൂപ് KR, കൈരളി ന്യൂസ്, വയനാട്.